ഇന്ന് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. അഥവാ മുൻപൊരു 10-15 വർഷം മുമ്പുള്ളതുപോലത്തെ അവസ്ഥയില്ല എന്നുള്ളത്. ഇന്ന് ചെറിയ പ്രായത്തിൽ തന്നെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ മൊബൈൽ ഫോണിലേക്ക് എത്തുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അവരവിടെ പല കണ്ടന്റുകളും കാണുന്നുണ്ട്. ഇവർ കാണുന്ന കണ്ടന്റുകളോ ഇവരുടെ കൂട്ടുകാരുടെ സർക്കിളിൽ ചെറിയ കുട്ടി മുതൽ കൂട്ടുകാർക്കിടയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന റോൾ മോഡലുകളോ ഇൻഫ്ലുവൻസർമാരോ ഇതൊന്നും മാതാപിതാക്കൾക്ക് അറിയുന്ന ഇൻഫ്ലുവൻസർമാരോ അല്ലെങ്കിൽ റോൾ മോഡലുകളോ ആയിക്കൊള്ളുന്നില്ല. നിരന്തരം പലതരത്തിലുള്ള കണ്ടന്റുകൾ കാണുന്ന, പലതരത്തിലുള്ള ഫോളോവേഴ്സ് അല്ലെങ്കിൽ ആളുകളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പം ഇത് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികളായിരിക്കില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. കാരണം കുറച്ച് വർഷം മുമ്പൊക്കെ നമ്മൾ ഒരു ഏത് പ്രായത്തിലുള്ള കുട്ടികളോടും പറയാറുണ്ടല്ലോ, നിന്റെ ഈ പ്രായം കഴിഞ്ഞു വന്നാണ് ഞാൻ, ആ പ്രായത്തിൽ നീ എന്തോ കളി കളിക്കുന്നു എനിക്കറിയാം, ആ കളിയൊക്കെ ഞാനും കളിച്ചതാണെന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെ അന്ന് പറയാമായിരുന്നു. സഹസ്രാബ്ദങ്ങളോളം അങ്ങനെ തന്നെയാണ് തലമുറകൾ കഴിഞ്ഞു പോയിട്ടുള്ളത്. ഒരു മാതാപിതാക്കൾ ജീവിച്ച അതേ ചുറ്റുപാടിലുള്ള മക്കൾ ജീവിച്ചിട്ടുള്ളത്. മാതാപിതാക്കൾക്ക് അറിയുന്ന തരത്തിലുള്ള കളികളാ മക്കൾ കളിക്കുക. ആ മാതാപിതാക്കൾക്ക് അറിയുന്ന ആളുകളുടെ മക്കളാണ് തൻ്റെ മക്കളുടെ സുഹൃത്തുക്കൾ. തങ്ങൾക്ക് അറിയുന്ന സ്കൂളിൽ നിന്നാണ്, ആ സുഹൃത്തുക്കളിൽ നിന്നാണ്, ഈ സ്ഥലങ്ങളിൽ നിന്നാണ് കുട്ടികൾ അറിവ് നേടുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിങ്ങൾക്കറിയുന്ന ആളുകളല്ല കുട്ടികളുടെ ഡിജിറ്റൽ ഫ്രണ്ട്സ്. അല്ല, നിങ്ങൾക്ക് അറിയുന്ന സ്ഥലത്ത് നിന്നല്ല കുട്ടികൾ അറിവ് നേടുന്നത്. നിങ്ങൾക്ക് അറിയുന്ന ആളുകളല്ല അവരുടെ പ്രാഥമികമായിട്ടുള്ള സോഴ്സുകൾ അല്ലെങ്കിൽ റിസോഴ്സുകൾ, അവർ ഫോളോ ചെയ്യുന്ന അവരുടെ റോൾ മോഡലുകൾ. അപ്പോൾ ഈ ഒരു വ്യത്യാസം ആദ്യം മനസ്സിലാക്കുക. എനിക്കറിയാത്ത എന്തൊക്കെയോ കുട്ടിയിലുണ്ട്, കുട്ടിയെ പറ്റി ഞാൻ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനർത്ഥം കുട്ടി എന്തോ തെറ്റുകാരനാണെന്ന ചിന്തയിൽ കുട്ടിയെ സമീപിക്കണം എന്നല്ല. കുട്ടിയിൽ നിന്ന് ഞാൻ കുറച്ച് വ്യത്യസ്തനാണ്, എന്നിൽ നിന്ന് കുട്ടി കുറച്ച് വ്യത്യസ്തനാണ്, ഞാൻ അറിയാൻ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. കുട്ടി തെറ്റുകാരനാണെന്ന് ഒരിക്കലും അതിനർത്ഥമില്ല. ഈ മനസ്സിലാക്കൽ കുട്ടി എന്തോ കാണുന്നു എന്നുള്ളതും കുട്ടി എന്തോ കേൾക്കുന്നു എന്നുള്ളതും അറിയാനും ശ്രദ്ധിക്കാനും അതിനെ നിയന്ത്രിക്കാനും പറ്റുന്ന രീതിയിലേക്ക് മാതാപിതാക്കൾ മാറുന്ന അവസ്ഥയിലേക്ക് എത്താം. ഒന്നെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തിൽ കുട്ടികളിൽ ശരി തെറ്റുകളെ പറ്റി ബോധ്യം ഉണ്ടാകുന്ന, ലോകവീക്ഷണങ്ങൾ എങ്ങനെയാണ്, കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ്, നിലപാടുകളാണ് എടുക്കേണ്ടത് എന്ന് കുട്ടി തീരുമാനിക്കുന്ന ചെറിയ പ്രായങ്ങളിൽ കുട്ടിക്ക് ഡിജിറ്റൽ ഡിവൈസുകളുടെ, മൊബൈൽ ഫോണിൻ്റെയോ മറ്റോ ആവശ്യമില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ആപ്പിളിൻ്റെ ഫൗണ്ടറായ, ലോകത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ കമ്പനി ആയിട്ടുള്ള ആപ്പിളിൻ്റെ ഫൗണ്ടറായിട്ടുള്ള സ്റ്റീവ് ജോബ്സ് ഒരു ഇൻ്റർവ്യൂക്കിടയിൽ പറയുന്നുണ്ട്. ആ ഇൻ്റർവ്യൂക്കിടയിൽ ഐപാഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് അവതരിപ്പിച്ചതിന് ശേഷം ഇൻ്റർവ്യൂവിൽ ചോദിക്കുകയാണ് സ്റ്റീവ് ജോബ്സിനോട്, താങ്കളുടെ മകൾക്ക് ഐപാഡ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്റ്റീവ് ജോബ്സ് ഇന്ന് ലക്ഷക്കണക്കിന് കുട്ടികളുടെ കയ്യിൽ ഐപാഡ് എത്തിച്ച കമ്പനിയുടെ ഫൗണ്ടറായ, ഐപാഡിൻ്റെ എന്താ പറയുക തുടക്കക്കാരനായ, അത് ലോകത്ത് മുന്നിൽ അവതരിപ്പിച്ച ആ സ്റ്റീവ് ജോബ്സ് പറയാണ്, എൻ്റെ മക്കൾ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറില്ല, എൻ്റെ മക്കൾ ഡിജിറ്റൽ ഡിവൈസുകൾ യൂസ് ചെയ്യാറില്ല. 10-12 വയസ്സ് വരെ, 13 വയസ്സ് വരെയെങ്കിലും സ്റ്റീവ് ജോബ്സ് കൊടുത്തിട്ടില്ല. മെറ്റയുടെ, ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെ ഒക്കെ ഓണറായിട്ടുള്ള മാർക്ക് സുക്കർബർഗ് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, തൻ്റെ മക്കൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കാറില്ല. സക്കർബർഗ് കൊടുക്കുന്നില്ലെങ്കിൽ, സ്റ്റീവ് ജോബ്സ് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് യഥേഷ്ടം കൊടുക്കാൻ പറ്റുമോ? നമ്മളൊന്ന് ആലോചിക്കണം. കുട്ടി പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ, കുട്ടി പെട്ടെന്ന് കരച്ചിൽ നിർത്താൻ ചെറിയ ആവശ്യങ്ങളാണ്. വിശന്ന് മരിച്ചൊരു കുട്ടിയില്ല, അത് മനസ്സിലാക്കണം. വിശന്ന് മരിച്ച ഒരു കുട്ടിയില്ല ഭക്ഷണം ലഭ്യമായിട്ട്. ഭക്ഷണം കുട്ടി കഴിച്ചോളും. ആ ചെറിയ വാശി തീർക്കാൻ വേണ്ടി, ആ ചെറിയ കരച്ചിൽ അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്താണ്? കുട്ടിയെ ഡിജിറ്റൽ ലോകത്തേക്ക് തുറന്നു വിടുകയാണ്. അവിടെ നിന്ന് ആ കുട്ടിക്ക് കിട്ടുന്ന ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ, ആ പിള്ള മനസ്സിൽ, പ്ലെയിൻ സ്ലേറ്റ് പോലെ കിടക്കുന്ന മനസ്സിൽ ആദ്യമായി എഴുതപ്പെടുന്ന വാക്കുകളാണ്, ആദ്യമായി എഴുതപ്പെടുന്ന ആശയങ്ങളാണ്. ഇത് കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ എന്നേക്കുമുള്ള ശരിയാണ്. എന്നേക്കുമുള്ള ശരികളിൽ എന്ത് ചെയ്യാണ്? പല ആശയങ്ങളും കടന്നു വരികയാണ്. ഈവൻ വളരെ വളരെ പ്രശ്നവൽക്കരിക്കാൻ പറ്റുന്ന ആശയങ്ങളായിട്ടുള്ള LGBTQ പോലത്തെ ആശയങ്ങൾ പോലും കാർട്ടൂണുകളിലൂടെ പോലും കുട്ടികളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. 6 വയസ്സായ ഒരു കുട്ടി ബിഗ് ബോസ് കണ്ടിട്ട് അമ്മനോട് ചോദിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വലുതായ ബോയിനെ കല്യാണം കഴിച്ചോട്ടെ എന്ന്. 5 വയസ്സായ കുട്ടിക്ക് എന്ത് സെക്ഷൽ ഓറിയന്റേഷനാണ്? ഒന്നുമില്ല. ആ കണ്ടന്റ് കാണുമ്പോൾ കുട്ടിക്ക് തോന്നുക, ഞാൻ വലുതായാൽ ബോയിനെ തന്നെ കല്യാണം കഴിക്കാമെന്ന്. ഈ കുട്ടി ഏത് കണ്ടന്റുകൾ എങ്ങനെയാ കാണുന്നത്, കുട്ടി എങ്ങനെയാ ചിന്തിക്കുന്നത്, നമുക്കെങ്ങനെ മനസ്സിലാവുക? ഇനി ചില കുട്ടികൾക്ക് നിയന്ത്രിതമായി നമ്മുടെ ഫോൺ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫോൺ കൊടുക്കുന്നത് കുട്ടിക്ക് പ്രത്യേകിച്ചൊരു ഫോൺ കൊടുക്കുന്നതിനേക്കാൾ അപകടമാണ്. ഒരു 13-14 വയസ്സിന് ശേഷമൊക്കെ സാമ്പത്തികമായിട്ട് കഴിയുന്നവരാണെങ്കിൽ കുട്ടിക്ക് ഒരു ഡിവൈസ് വാങ്ങിക്കൊടുക്കുക. ആ വാങ്ങിക്കൊടുക്കുന്ന ഡിവൈസിൽ
പാരന്റൽ കൺട്രോൾ വെക്കാൻ പറ്റും. പഠിച്ച് എങ്ങനെയാണ് സ്ഥാപിക്കാമെന്ന് മനസ്സിലാക്കി വെക്കുക. പാരന്റൽ കൺട്രോൾ കുട്ടി ഓഫാക്കിയാൽ നിങ്ങൾ മൊബൈൽ ഫോണിൽ അത് അറിയും. കുട്ടി എന്തൊക്കെ സെർച്ച് ചെയ്യുന്നത് നിങ്ങൾ മൊബൈൽ ഫോണിൽ അറിയും. നിങ്ങളെ മൊബൈൽ ഫോൺ കുട്ടി എടുത്താൽ അവൻ എങ്ങോട്ടൊക്കെ പോയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. കുട്ടി എന്തൊക്കെയായാലും ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റൂല. കുട്ടിക്ക് അതെല്ലാം ഓഫാക്കിയുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ഡിവൈസ് സാമ്പത്തികമായിട്ട് കഴിയുന്നവരാണെങ്കിൽ ഒരു ഡിവൈസ് കൊടുത്ത് അതിൽ പാരന്റൽ കൺട്രോൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അത് ഓണാക്കുകയാണെങ്കിൽ കുട്ടി എന്തൊക്കെ ചെയ്യുന്നത് കൃത്യമായി നിങ്ങൾ മൊബൈൽ ഫോണിൽ കിട്ടും ചെയ്യും. അത് കുട്ടി ഓഫാക്കിയാൽ നിങ്ങൾക്ക് അറിയാനും പറ്റും. ഇനി ഇപ്പോൾ ഒരു 13 ഞാൻ പറഞ്ഞു 12, 11, 13 വയസ്സ് വരെ കുട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതിന് ശേഷം കൊടുക്കുന്ന സാഹചര്യങ്ങളിൽ പോലും കുട്ടി കാണുന്ന കണ്ടന്റുകൾ വളരെ വൃത്തികെട്ട തെറിവിളിക്കൽ ട്രെൻഡായി കാണുന്ന എത്രയോ സ്ട്രീമർമാർ കുട്ടികൾ സ്ഥിരം കാണുന്ന ആളുകളുണ്ട്. അതാണ് ഞാൻ മാതാപിതാക്കളും കുട്ടികളും നമ്മളെ ഗ്യാപ്പ് പറഞ്ഞ് ചില പേരുകൾ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. നമ്മളെ മക്കളോട് വെച്ചാൽ മക്കൾക്ക് വളരെ പരിചിതമായിരിക്കും. സായി പോപ്പി എന്നുള്ള പേര് കേട്ട് എത്ര പാരൻസ് ഉണ്ട്? ഈഗിൾ ഗെയിംസ് എന്ന് പറഞ്ഞ പേര് കേട്ട് എത്ര പാരൻസ് ഉണ്ട്? മക്കളോട് ചോദിച്ചു നോക്കുക. 700K അല്ലെങ്കിൽ 8 ലക്ഷം 9 ലക്ഷം 10 ലക്ഷം മലയാളികൾ മാത്രം ഫോളോ ചെയ്യുന്ന സാമൂഹ്യ മാധ്യമത്തിലെ ആളുകളാണ്. 8 ലക്ഷം ആളുകൾ കേരളത്തിൽ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പൊ 8 ലക്ഷം ആരാ? ആ 8 ലക്ഷത്തിൽ നമ്മളില്ല എന്ന് മാത്രമല്ല, കുട്ടികൾക്ക് അത്രയും പരിചിതരായ, കുട്ടികളെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ ആളുകൾ നമ്മളെ സംബന്ധിച്ച് അപരിചിതരാണ്. നമുക്ക് ഏറ്റവും പോപ്പുലറായ ആളുകൾ, നമുക്ക് ഏറ്റവും ഫേമസ് ആയ ആളുകൾ കുട്ടികൾക്കും അപരിചിതരാണ്. അത്രത്തോളം ഗ്യാപ്പ് സാമൂഹ്യ മാധ്യമ ലോകത്തിന് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്താണ് കുട്ടിക്ക് നമ്മൾ ഡിവൈസ് കൊടുക്കുന്നത്. അപ്പോൾ അവൻ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു. ഇപ്പോൾ പറഞ്ഞ ആളുകളൊക്കെ തെറി സ്ഥിരമായി വിളിക്കുന്ന, അതിന് താഴെ കുറേ ചെറിയ കുട്ടികളെ കമൻ്റ് ഉണ്ടാവും ഇവർ തെറി വിളിക്കുന്ന കണ്ടന്റിനടിയിൽ. ഓ മാസ്, അടിപൊളിയായിട്ടുണ്ട്, തേച്ചൊട്ടിച്ചു, ഉഷാറായി, ഇതൊരു ഹീറോയിക് ആക്ടിവിറ്റി ആയിട്ട് കുട്ടി കാണുന്നു. കുട്ടി അത് ഇമിറ്റേറ്റ് ചെയ്യുന്നു. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് പോണോഗ്രഫിക് കണ്ടന്റുകൾ, അശ്ലീല വീഡിയോകൾ കാണുന്നത് കൗമാരക്കാർക്കിടയിൽ വളരെയധികം വർദ്ധിച്ചു എന്നുള്ളതാണ് പഠനങ്ങൾ. നമ്മുടെ കുട്ടിയെ ചെയ്യുന്ന നമുക്ക് ഒരുപക്ഷെ സമ്മതിക്കാനോ ചിന്തിക്കാനോ പറ്റണ്ടാവില്ല. എസ്പെഷ്യലി ആൺകുട്ടികൾ, ഒരു 13-14 വയസ്സിന് ശേഷമുള്ള ആൺകുട്ടികളിൽ അത് കാണാനുള്ള സാധ്യത വളരെയധികമാണ്. പകുതിയിലധികം ആളുകൾ കാണുന്നുണ്ട്. അത് അവരുടെ ഭാവി വിവാഹ ജീവിതത്തെ, ലൈംഗിക ജീവിതത്തെ, അവരുടെ എന്താ പറയുക ലൈംഗികമായ സംതൃപ്തിയെ എല്ലാം ബാധിക്കുമെന്ന പഠനങ്ങൾ അതിനെപ്പറ്റി വിശദമായിട്ട് പറയാനുള്ള സമയമല്ല. അതൊരു മനുഷ്യൻ്റെ ലൈംഗിക ജീവിതത്തെ തകർക്കും. ഇത്രത്തോളം അശ്ലീല വീഡിയോകൾ ലഭ്യമായ കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് മുമ്പ് മുതലേ ലഭ്യമല്ല. അങ്ങനെ ലഭ്യമാകാൻ തുടങ്ങിയിട്ട് 2-3 തലമുറ ആയിട്ടേ ഉള്ളൂ. അതിൻ്റെ അപകടങ്ങൾ വളരെ രൂക്ഷമായി നമ്മൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത്രയും അപകടങ്ങളിലേക്ക് മക്കൾ പോകാനുള്ള സാധ്യതകളുണ്ട്. അതിനെ ഗൗരവമായിട്ട് ആധുനിക കാലത്ത് മോണിറ്റർ ചെയ്യുന്നൊരവസ്ഥ മാതാപിതാക്കൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.